ചെമ്പനീർ പൂവ് ഇനി രവീന്ദ്രന്റെ വീട്ടിൽ രണ്ടടുക്കള. അതേ പ്രേക്ഷകരെ, നമ്മുടെ രണ്ട് മരുമക്കളും കൂടി രണ്ടടുക്കളയാക്കുന്നു. അതേ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കടുത്ത അഹങ്കാരം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രേവതി പൂരി മസാലക്കറി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നു. അപ്പം തന്നെ നമ്മുടെ ശ്രുതി, അയ്യോ ഞാൻ എണ്ണയിൽ പൊരിച്ചതൊന്നും തിന്നില്ല, ഇതൊക്കെ ഭയങ്കര അസിഡിറ്റിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ കൊണ്ടും അമ്മയെ കൊണ്ടും തീറ്റിക്കുന്നില്ല, സ്വയം തിന്നുന്നുമില്ല. എന്നിട്ട് നമ്മുടെ ശ്രുതി ഇവർക്ക് 3 പേർക്കും കൂടി മാത്രമായിട്ട് ABC ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ വൈറ്റമിൻ ജ്യൂസാണ് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ആപ്പിളും ഇട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ കണ്ടില്ലേ മോളെ വായിട്ട് നോക്കി ഇരിക്കുന്നത് രേവതിയാട്ടോ, വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ കാണിച്ചിട്ട്, ഇനി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നിട്ട് വേണം എനിക്കിതാക്കാറുണ്ട്, വിശന്നിട്ട് പാളാന്നൊക്കെ പറഞ്ഞ് ഒരു മൊത്തം നോക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുടിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ മുഖം മാറും, നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം മാറും. എന്താ വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ല അമ്മാതിരി ജ്യൂസ്. അപ്പോൾ ഇവർ നമ്മുടെ ശ്രുതിയെ ഒന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേണ്ടാപ്പുറത്തിച്ച് കുടിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ സച്ചിക്ക് മനസ്സിലായി, നമ്മുടെ ചേട്ടൻ്റെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായി, എന്തോ പന്തികേടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ, നല്ല രുചിയുള്ള ഭക്ഷണം മാറ്റിയിട്ട് ഈ കാടിവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കാൻ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ചെമ്പനീർ പൂവ് പുറത്ത് വിട്ടത്. എന്നിട്ട് അവസാനം നമ്മുടെ മരുമോളും അമ്മായിമ്മയും കൂടി കണ്ണും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, അങ്ങാടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ. നമ്മുടെ ശ്രുതിക്കും ഇഷ്ടമായില്ല, ആർക്കും ഇഷ്ടമായില്ല കേട്ടോ, സ്വയമായിട്ടും ഇഷ്ടമായില്ല, മറ്റു എന്താ പറയുക ഉണ്ടാക്കി കൊടുത്തവർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി എന്ത് ചെയ്യും, നമ്മുടെ രേവതിയുടെ കാലുകൾ തന്നെ അവസാനം വന്ന് വീഴേണ്ട ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാം നമുക്ക് അത് എങ്ങനെയൊക്കെ മാറിയുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.